ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഇത് ഞങ്ങൾ അത്താഴം കഴിക്കാനായിട്ട് എണീറ്റതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചോറ് കുറച്ചെടുത്തിട്ട് അവൾക്ക് കൊടുക്കലുണ്ട്. കറിയൊന്നുമില്ലാത്ത ഇതേപോലത്തെ ചോറ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതേപോലെ എടുത്തിട്ടെന്നും കൊടുക്കാറുണ്ട്. നാളെ നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ള ഒരു ഐറ്റം ഫലാഫിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടല ഇപ്പോൾ തന്നെ വെള്ളത്തിലിട്ടിട്ട് വെക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് വെള്ള കടലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത് കുതിരാനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഇതാ കടലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഈ കടല ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൗദി ഉള്ളിയാണ്. ഇതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഉള്ളി ഉപയോഗിച്ചാലും മതി. എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഉള്ളി ആയതുകൊണ്ട് ഞാനിത് പകുതി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉള്ളി ചതുര കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കൊന്നും വേണ്ട. ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. ഈ അരിഞ്ഞ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാർസ്ലിയാണ്. ഇതാ ഇത്രയാണ് ഇതിലേക്കുള്ള പാർസ്ലി ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലും തന്നെ നമ്മൾ പാർസൽ എടുത്ത അതേ അളവ് തന്നെ എടുത്താൽ മതി. ഇനി ഇത് രണ്ടും തന്നെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞ് പാർസലിയും മല്ലിയിലയും കൂടി ഞാൻ ആ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 വെളുത്തുള്ളിയാണ്. ഇവിടെ ഉള്ളത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഈ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഫൈനായിട്ട് അരക്കാൻ പാടില്ല. നമ്മൾ പരിപ്പ് വടക്കൊക്കെ അരച്ചെടുക്കുമല്ലോ, അതുപോലെ തരിതരിപ്പോട് കൂടിയിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇതാ ഈ പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഈ സമയത്ത് വറുത്ത വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ നോമ്പിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പത്തിരിൻ്റെ പ്രസ് ഞാൻ 2 ഭാഗം കവർ ചെയ്തിട്ട് എടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചപ്പാത്തി ആയാലും പത്തിരി ആയാലും പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടിപ്പിടിക്കാതെക്കാനും അതുപോലെ പെട്ടെന്ന് എടുക്കാൻ കിട്ടാനുമാണ് ഞാനിതുപോലെ കവറിട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ട് പിന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പത്തിരി പരത്തുന്ന പലകയും ഞാൻ ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പത്തിരിയും ചപ്പാത്തിയൊക്കെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും.
ഇതായിപ്പോൾ പത്തിരിയൊക്കെ ഫുള്ളായിട്ട് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു അറബിക് ഡിഷാണ്. മുത്തബൽ എന്നാണ് ഇതിൻ്റെ പേര്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ സൈസിലൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ചെറിയ തീയിൽ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് തന്നെ നമുക്ക് എയർ ഫ്രയറിലും ഓവനിലും വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പുറം ഭാഗമൊന്നും കരിഞ്ഞു പോകാതെ എന്നാൽ ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടും വേണം. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെക്കട്ടെ. ആ സമയത്ത് നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. വഴുതനങ്ങയുടെ ഇപ്പോൾ വലിയ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് പൊളിച്ചെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് വിട്ട് വന്നോളും. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ തോലൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ കട്ട് ചെയ്ത പീസുകളൊക്കെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2-3 ചെറിയ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തഹിനി സോസ്, 1 വലിയ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, പിന്നെ എരിവിന് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. ഇത് ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുക്കേണ്ടത്. ഈ മിക്സ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിന് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ പാഴ്സ്ലി ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച ഫലാഫലിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പൊരിച്ചെടുക്കണം. ഇത് ഞാൻ ചെറിയ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഫലാഫിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു ടൂള് തന്നെ ഉണ്ട്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് ആണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇതായിപ്പോൾ ഒരു റൗണ്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളൊന്നും കൂടി ഒന്ന് പൊരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. സ്ട്രോബെറി വെച്ചിട്ടാണ് ഇന്ന് ജ്യൂസ് അടിക്കുന്നത്. സ്ട്രോബെറി ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നോമ്പ് തുറക്കാനുള്ള ടൈമായി വരുന്നുണ്ട്. അപ്പോൾ അടിച്ചെടുത്ത ജ്യൂസൊക്കെ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പത്തിരിയുടെ കൂടെ കഴിക്കാനായിട്ട് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതും ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതും തന്നെ ഓരോരുത്തർക്കായിട്ട് ചെറിയ ചെറിയ ബൗളിൽ എടുക്കുകയാണ്. ഇനി നമുക്ക് ഫലാഫിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തഹിനി സോസ്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, കുറച്ച് ഉപ്പ്, ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഒരു ചെറിയ മധുരത്തിന് 1 ടീസ്പൂൺ തേന്. ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം.
അപ്പോൾ നമ്മളുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നടുക്ക് വെച്ചിട്ട് ഞാൻ ഫലാഫലും തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനായപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതാ ടേബിളിലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താറിൻ്റെ ഐറ്റംസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.